നല്ല വെയിലും വെളിച്ചമൊക്കെ ഉള്ള ദിവസം നമ്മൾ വീട്ടിൽ ഫ്രീ ആയിട്ട് നിൽക്കുകയാണെന്ന് കൂടെ കരുതാം. നമ്മുടെ മെയിൻ ഹോബി എന്താ? ഇതൊക്കെ തന്നെ. ചെടികളെ തൊട്ടുതലോടി ഇങ്ങനെ നടക്കുക, നമ്മൾ നട്ട ചെടികളൊക്കെ പിടിച്ചോ നോക്കുക, പുതിയതായിട്ട് മുളച്ചു വന്നവയൊക്കെയുടെ അവസ്ഥ എന്താണെന്ന് നോക്കാം, പുതിയ ചെടികൾക്ക് മുട്ട വരുന്നുണ്ടോ, പൂവിട്ടിട്ടുണ്ടോ, പ്രാണികളുണ്ടോ, ഇനി എന്താ നമ്മൾ ചെയ്യേണ്ടത്, ഇതൊക്കെ ചെയ്തിങ്ങനെ നടക്കാം. എന്നെ സംബന്ധിച്ച് എനിക്ക് ഏറ്റവും സാറ്റിസ്ഫൈങ് ആയിട്ടുള്ള കാര്യമാണ് ചെടികളുടെ ഇടയിലൂടെ ഇങ്ങനെ നടക്കാം, അവർക്ക് വെള്ളം ഒഴിക്കാം, പൂക്കളും മുട്ടകളൊക്കെ നോക്കി നടക്കാം. ഇതൊക്കെ നമുക്ക് സമയം കിട്ടുമ്പോൾ മാത്രം നമ്മൾ ചെടികളുടെ ഇടയിലേക്ക് ഇറങ്ങി ചെന്നിട്ടുണ്ടെങ്കിൽ ഇവർ ഇത്ര ഹാപ്പി ആയിട്ട് നിൽക്കില്ല. കാരണം ഇവർക്ക് വേണ്ട പോഷകങ്ങളും എല്ലാ കാര്യങ്ങളും നമ്മൾ സമയത്തിന് തന്നെ കൊടുക്കണം. അതിന് നമ്മളുടെ ഒപ്പം തന്നെ കട്ട സപ്പോർട്ടായി നിൽക്കുന്ന നമ്മുടെ ഫാമിലിയും കൂടി വേണം. എന്നാലാണ് ഈ ചെടികൾക്ക് എപ്പോഴും ഇതേ ഊർജ്ജത്തോടുകൂടി നിൽക്കാൻ പറ്റുള്ളൂ. നമ്മൾ ആരോഗ്യത്തോടെ കണ്ണു തുറക്കുന്ന ഓരോ പ്രഭാതങ്ങളും നമുക്ക് ഒരു പ്രതീക്ഷയാണെന്ന് പറയില്ലേ, അതുപോലെ തന്നെയാണ് ഓരോ ചെടിയും ഓരോ പൂവും ഒരു പ്രതീക്ഷയാണ്. ചിലപ്പോൾ നമ്മൾ എന്തെങ്കിലും വിഷമത്തോടുകൂടി നടക്കുമ്പോഴായിരിക്കും ഒരു ചെടിയുടെ അടുത്ത് ചെല്ലുമ്പോൾ പുതിയതായിട്ടൊരു മുട്ട വരുന്നു, ഒരു പുതിയ ചിനപ്പ് വരുന്നു. അത് കാണുന്നതിന് ഒരു ഹീലിംഗ് പവർ ഉണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. എൻ്റെ അനുഭവങ്ങൾ അങ്ങനെയാണ്. നിങ്ങൾക്ക് എന്നോട് യോജിക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ പ്ലീസ് ഷെയർ യുവർ തോട്ട്സ്. നമ്മൾ പോലും അറിയാതെ നാളെ എന്താണെന്ന് നമ്മളെ കൊണ്ട് ചിന്തിക്കാൻ പ്രേരിപ്പിക്കുന്ന കുറച്ച് കാര്യങ്ങൾ. അങ്ങനെ നോക്കുമ്പോൾ ഗാർഡനിങ് ശരിക്കും ഒരു തെറാപ്പിയാണ് അല്ലേ?